ഞാൻ ഇന്ന് വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഹീറോയായ സിനിമ അത് 100% അവകാശം എനിക്കുണ്ട്. അത് വേറൊരു ആൾ ചെയ്തൊരു സിനിമയും അത് പ്രവർത്തിച്ചിട്ടുള്ളത് അതിനോട് സഹകരിക്കാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് വിയോജിപ്പാണ്. സിനിമയുടെ റിസൾട്ട് എന്തോ ആവാം അല്ലേ, നമ്മൾ ഒരിക്കലും ഓടില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓടുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച സിനിമകൾ നന്നായി ഓടിയിട്ടുണ്ട്, തിരിച്ചും സംഭവിക്കുന്നുണ്ട്. സോ പ്രേക്ഷകരാണല്ലോ യഥാർത്ഥ വിധികർത്താക്കൾ, അത് നമ്മൾ ഒരുമിച്ചായിട്ടുണ്ട്. പിന്നെ വിജയം വരുമ്പം ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ആ ഹീറോയുടെ ഫാൻസ് അത് അദ്ദേഹത്തിന് സിനിമയാക്കി മാറ്റും. ചൊല്ലി വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം എന്നുള്ളത് വേറെയും വരും, ഇല്ലാതെ ഞാൻ പറയണില്ല. അത് അതിനൊരു എന്താ പറയുക ലിഖിതമായ ഒരു നിയമമില്ല, അത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അങ്ങ് പോകുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘനാള് ഒരു വ്യക്തിത്വം. നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശം ആയിട്ട് അവർക്ക് തോന്നുന്നൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു പിണക്കം, അതൊരു താൽക്കാലികമായ ഒരു പിണക്കമാണ്. ആ പിണക്കത്തിൻ്റെ ഒരു റിയാക്ഷനാണ് അത്. ചിലപ്പോൾ അത് റിവ്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ എഴുതി എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വോയിസ് നോട്ട്സിൽ വരാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരാം. നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലത് പറയാറുണ്ട്. സോ അത് എന്നും ഒരു പെർമനന്റ് സ്റ്റേറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ഹെൽത്തി വേ ഓഫ് ക്രിറ്റിസിസം രണ്ട് കൂട്ടരിലും നിൽക്കുക. പ്രേക്ഷകരുണ്ടെങ്കിലേ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എല്ലാ സിനിമയിലും പ്രവർത്തിക്കുന്നുണ്ട്.